ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആര്യൻസ് അമ്മ. ഇന്ന് നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് യാത്ര ചെയ്യുമ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ 3 ടോയ്സാണ് പരിചയപ്പെടുന്നത്. ഈ 3 ടോയ്സ് എന്ന് പറഞ്ഞാൽ ഇവരെ എൻഗേജ് ചെയ്തിരുത്തുക, അതായത് മൊബൈലൊന്നും യൂസ് ചെയ്യാതെ അല്ലെ മൊത്തം സമയം മൊബൈൽ നോക്കിയേ ഇരിക്കാതെ അവരെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിലോട്ട് എൻഗേജ് ചെയ്യണം. എൻഗേജ് ചെയ്യാന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് അവരുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് നമ്മൾ വല്ലയിടത്ത് നോക്കിയിരിക്കുക, നമ്മൾ മൊബൈലിൽ ഇരിക്കുക എന്നുള്ളതല്ല. അവരുടെ കൂടെ നമുക്ക് എൻഗേജ് ചെയ്ത് അവരെ എൻഗേജ് ചെയ്യിക്കാൻ പറ്റുന്ന 3 ടോയ്സ്. നമ്മൾ 3 ടോയ്സാണ് ഞങ്ങൾ ഇത്തവണ ട്രാവൽ ചെയ്തപ്പം നാട്ടിലോട്ട് പോയപ്പോൾ യൂസ് ചെയ്തത്. അതിലൊന്ന് ഒരു വാട്ടർ കളറിങ് ബുക്ക് പോലത്തെ ഒരു സാധനം, ഒരു റൈറ്റിംഗ് പാഡ് ആൻഡ് മൂന്നാമത്തെ ഒരു സ്റ്റിക്കർ ബുക്ക്. ഇത് 3 കൊണ്ട് നമുക്ക് അവരെ കുറച്ച് നേരം, ഞങ്ങൾ ട്രാവൽ ചെയ്തപ്പോൾ കുറച്ച് സമയം മതിയായിരുന്നു, അതുകൊണ്ട് 3 ടോയ്സ് മതി. ഇപ്പോൾ നിങ്ങളുടെ എക്സ്റ്റെൻഡഡ് ആണെങ്കിൽ ഐ ക്യാൻ സജസ്റ്റ് മോർ ടോയ്സ്. അപ്പം ടോയ്സ് അല്ല, ഇത് ആക്ച്വലി അവരെ എൻഗേജ് ചെയ്തിരുത്താനുള്ള സാധനമാണ്. എൻഗേജിങ് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അവരുടെ കൂടെ എൻഗേജ് ചെയ്യണം. ഇപ്പോൾ ഒരു സ്റ്റിക്കർ, ഒരു വെഹിക്കിളിൻ്റെ സ്റ്റിക്കർ നമ്മൾ പറിച്ച് ഒട്ടിക്കുമ്പോൾ അതെന്ത് വെഹിക്കിളാണെന്നും ഏത് മീഡിയത്തിലൂടെ, അതിപ്പോൾ റോഡിലൂടെയാണോ എയറിലൂടെയാണോ വാട്ടറിലൂടെയാണോ പോകുന്നതെന്നും അതിൻ്റെ പേരെന്താണെന്നും, അല്ല ഇപ്പോൾ അക്വാട്ടിക് ആനിമൽസ് ആണെങ്കിൽ സീ ഹോസ് ആണെന്നും ഒക്ടോപ്പസ് ആണെന്നും ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുത്ത് നമ്മളത് ഒട്ടിക്കുമ്പം പിന്നെ അവരത് സ്റ്റിക്ക് ചെയ്യുമ്പോഴും അത് എടുക്കുമ്പോഴൊക്കെ അവർക്ക് ആ ഒരു ഗ്രിപ്പ് കിട്ടും, പെൻസിൽ ഗ്രിപ്പ് കിട്ടും അവർ സ്ക്രിബിൾ ചെയ്യുമ്പോൾ. അങ്ങനെ 3 ടോയ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. ലിങ്ക് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല ആക്ച്വലി, ബട്ട് ഇഫ് യു വാണ്ട് ലെറ്റ് മീ നോ. അതെല്ലാം ആമസോണിൽ അവൈലബിൾ ആയിട്ടുള്ള ടോയ്സ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. അപ്പോൾ ഞങ്ങൾക്ക് കുറേ ടൈമൊന്നും ട്രാവലിംഗ് ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓവർനൈറ്റുള്ള ബസ്സാണ് ചൂസ് ചെയ്തത്. അതുകൊണ്ട് കുറച്ച് സമയം ബസ്സിൽ ഡേ ടൈം ഉള്ളായിരുന്നു. അപ്പോൾ അതിനൊരു ചെറിയ ബാഗിൽ ഈ പറഞ്ഞ 3 ടോയ്സ് നമ്മൾ ക്യാരി ചെയ്തു. അത് തന്നെ ക്യാരി ചെയ്തു, അതിൻ്റെ 3 ടോയ്സ്. പിന്നെ വേറൊരു കാര്യം, ഇത് ബസ്സിൽ കയറുന്നവരെ എന്താണെന്ന് അതിനെ കാണിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചു. ഇല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ ഇതെല്ലാം എടുത്ത് യൂസ് ചെയ്ത് അത് ബോറടിക്കും. എന്ന് വെച്ചാൽ ഇതിപ്പോൾ എല്ലാ തവണയും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ പുതിയ ടോയ്സ് കരുതണമെന്നില്ല, നമുക്ക് റൊട്ടേഷൻ ചെയ്യാം. ഇപ്പോൾ ഇത്തവണ നമ്മൾ എടുക്കുന്ന 3 ടോയ്സ് നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വെച്ചിട്ട് നെക്സ്റ്റ് 3 or 4 സാധനം എടുക്കുക. അങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് പല ടൈംസായിട്ട് നമ്മൾ എല്ലാ ദിവസവും ട്രാവൽ ചെയ്യുന്നില്ലല്ലോ. സോ വെനെവർ യു ട്രാവൽ നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത്. ടോയ് റൊട്ടേഷൻ എന്ന് പറയുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അവർക്ക് വലിയ വലിയ പൈസയുള്ള സാധനങ്ങൾ, വലിയ വില കൂടിയ സാധനങ്ങളൊന്നും വേണ്ട അവരെ എൻ്റർടൈൻ ചെയ്യാൻ. ചെറിയ വിലയാണെങ്കിലും മതി. പക്ഷേ ഇഫ് യു കീപ് റൊട്ടേറ്റിംഗ് ദം അവർക്ക് ആ ഒരു ഇൻട്രസ്റ്റ് കൂടും അതിനോട്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം വെളിയിൽ നോക്കി, കാറ്, ബസ്, സ്കൂട്ടർ അതൊക്കെ കണ്ടു. അതിൻ്റെ ഓരോന്നിൻ്റെ പേരെന്താണെന്നും അത് ഏത് കമ്പനിയുടെ ആണെന്നും ആദ്യം ഫ്ലാഷ് കാർഡൊക്കെ കണ്ട് ലോഗോസൊക്കെ അതിക്ക് കുറച്ചൊക്കെ ചില വണ്ടികളുടെ ലോഗോസൊക്കെ അറിയാം. അപ്പം അതിനെപ്പറ്റി പറഞ്ഞു. നമ്മൾ ഫ്ലാഷ് കാർഡ്സിൻ്റെ കണ്ട ലോഗോസ് എല്ലാം ആദ്യം പറഞ്ഞു. കുറച്ച് നേരം കാർ സ്കൂട്ടറൊക്കെ നോക്കിയിരുന്നു. അങ്ങനെ കുറേ സമയം നമ്മൾ അങ്ങനെ സ്പെൻഡ് ചെയ്തു. സ്ലീപ്പർ ബസ്സായിരുന്നുകൊണ്ട് നമുക്ക് ഇരിക്കാനും പുറത്തോട്ട് നോക്കാനും ഒക്കെ കുറച്ച് സൗകര്യമായിരുന്നു. അത് കഴിഞ്ഞ് കുറേ നേരം ഞങ്ങൾ സ്ക്രിബ്ലിംഗ് പാഡ് യൂസ് ചെയ്തു. അപ്പോൾ ഈ പാഡെന്ന് പറയുന്നത് നമ്മൾ ആമസോൺ ബേസിക്സിൻ്റെ സ്ക്രിബ്ലിംഗ് പാഡാണ്. നമ്മളിപ്പം ഈ ഉത്സവപ്പറമ്പിലും ബീച്ചിലും ഒക്കെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ സ്ക്രിബ്ലിംഗ് പാഡ് കിട്ടും. 99 rupees 100 rupees ഒക്കെ. പക്ഷേ ഇത് ആമസോൺ ബേസിക്സിൻ്റെ ആയതുകൊണ്ട് അതിനൊരു ഇത്തിരി ക്വാളിറ്റി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ യൂസ് ചെയ്ത ഈ പറഞ്ഞ സ്റ്റിക്കർ ബുക്കാണ്. 125 ആണ് ഇതിൽ കോസ്റ്റ് കാണിക്കുന്നത്. പക്ഷേ എനിക്കൊന്ന് 100 എത്രയോ ആയിരുന്നു ആമസോണിൽ. ഓഫറുള്ള സമയത്ത് 100ലും ബിലോ 90-95 നമുക്കിത് കിട്ടും. ഇതിനകത്ത് കുറേ ഇപ്പോൾ ആനിമൽസിൻ്റെയും വെഹിക്കിൾസിൻ്റെ ആയിരുന്നു ഈ സ്റ്റിക്കർ ബുക്ക്. ഇതല്ലാതെ വേറെ കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒറ്റ ബണ്ടിലായിട്ട് വാങ്ങിക്കാനുള്ള ഓപ്ഷനും ആമസോണിലുണ്ട്. അപ്പം ഇതിൽ ഈ സ്റ്റിക്കേഴ്സ് അവർ പറിച്ചെടുക്കും. നേരത്തെ പറഞ്ഞ പോലെ അവരുടെ കയ്യിൽ അത് പറിച്ചെടുക്കുമ്പോൾ അവർ യൂസ് ചെയ്യുന്ന ഇൻഡെക്സ് ഫിംഗറും തമ്പും അവർക്ക് ഒത്തിരി ഒരു മോട്ടോർ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് ഓരോന്ന് എന്താണെന്നും അത് എവിടെ ഒട്ടിക്കണം എന്നുള്ളത് ആ ഷാഡോ റെക്കഗ്നൈസ് ചെയ്യണം. ഇപ്പം നമ്മൾ എടുക്കുന്ന ഒരു അക്വാട്ടിക് ആനിമൽ, ഫോർ എക്സാമ്പിൾ ഒക്ടോപ്പസ് ആണെങ്കിൽ ആ പേജിൽ ഒക്ടോപ്പസിൻ്റെ ഷാഡോ അവർ ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ അവർക്ക് അത് ഒട്ടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഐഡൻറ്റിഫിക്കേഷനും പിന്നെ അത് ഒട്ടിക്കുമ്പോൾ വരുന്നൊരു പ്രിസിഷനും എല്ലാം നമ്മൾ കൃത്യമായിട്ട് ഒട്ടിക്കില്ല, നമ്മുടെ ഹെൽപ്പ് വേണ്ടി. പക്ഷേ നമുക്കത് ഒട്ടിച്ച് കൊടുക്കാനും നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനും നമുക്ക് യൂസ് ചെയ്യാം. എയറോപ്ലെയിനോ? അങ്ങനെയാണ്. ഇതെന്തുവാ പറ, കറക്റ്റാ പറഞ്ഞ. ഇതെന്തുവാ? ഹെലികോപ്റ്റർ. ഇതെന്തുവാന്നറിയാവോ? ആദ്യം നമ്മൾ ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും നമുക്ക് അവരോട് ചോദിക്കാം. ഇപ്പം നമ്മൾ കളർ ഫിഷിന്റെ പടം വരുമ്പോൾ ഇപ്പോൾ ഓരോ അക്വാട്ടിക് ഫിഷാണ്, ഇത് ഒക്ടോപ്പസ് ആണ്, ഇത് സീ ഹോസ് ആണ്, അങ്ങനെ നമുക്ക് അവരോട് ചോദിക്കാം. അങ്ങനെ 3 ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ആണ് ഞങ്ങൾ ഇത്തവണ പോയപ്പോൾ കൊണ്ടുപോയത്. ഒരുപാട് എൻജോയ് ചെയ്തു. ഒട്ടും ആദ്യം ടാൻഡ്രമോ കാര്യങ്ങളോ ഒന്നും പെർഫെക്റ്റ് സ്റ്റിക്കർ എൻഗേജ്ഡ് അല്ലാത്തതുകൊണ്ട് കാണിച്ചില്ല. അങ്ങനെ ഞങ്ങൾ പോയി അതിൽ നമ്മൾ ചിലപ്പോൾ സൺഡേ മോർണിംഗ് തിരിച്ചു വന്നു ബാംഗ്ലൂർ എത്തി. അതല്ലാതെ ഇതുകൊണ്ട് അവർക്ക് നല്ല യൂസാണ്. ഇഷ്ടംപോലെ പേജസ് ഉണ്ട്, മോർ ദാൻ 100+ സ്റ്റിക്കേഴ്സ് ഉണ്ട്. അതിനകത്ത് ആനിമൽസ് വരുന്നുണ്ട്, അക്വാട്ടിക് ആനിമൽസ് വരുന്നുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വെഹിക്കിൾസ് വരുന്നുണ്ട്. അത് തന്നെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അവർ. ഫാമിലി യൂസ് ചെയ്യുന്ന വെഹിക്കിൾസ്, എയറിൽ പോകുന്ന വെഹിക്കിൾസ്, വാട്ടറിൽ പോകുന്ന വെഹിക്കിൾസ്, അങ്ങനെ അവർ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം
ഇത് ഓരോ കാറ്റഗറിയിലുള്ള സാധനങ്ങൾ എന്താണെന്നും ഇവർക്ക് പഠിക്കാൻ പറ്റും. ഇതെല്ലാം കൂടി ഒറ്റ ദിവസം ഒറ്റ ട്രാവൽ ചെയ്യണം എന്നില്ല കുട്ടികൾ. ചിലപ്പോൾ 1-2 പേജേ കവർ ചെയ്യുള്ളൂ, ചിലപ്പോൾ അവരെല്ലാം ചെയ്യാം, ചിലപ്പോൾ അവർ ബാക്കി വീട്ടിൽ വന്നേം ചെയ്യാനും ഒക്കെ നോക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നത്തെ ഒരു സാധനമായിരുന്നു മാജിക് വാട്ടർ ബുക്ക്. ഇതിൻ്റെ പെന്നിൽ ഒരിത്തിരി വെള്ളം നിറച്ചിട്ട് ഇത് കളർ ചെയ്യുമ്പം അതിൽ ഓൾറെഡി കളേർഡ് ആയിട്ടുള്ള ഇമേജസ് ആണ്. പക്ഷേ നമ്മൾ ഈ വാട്ടർ പെൻ യൂസ് ചെയ്ത് കളർ ചെയ്യുമ്പോൾ ആ കളേഴ്സ് തെളിഞ്ഞു വരും. ആഫ്റ്റർ 5-10 മിനിറ്റ്സ് ഇറ്റ് ഡ്രൈഡ് അപ്പ് ആയി കഴിയുമ്പം അത് ഡിസപ്പിയർ ആവുകയും ചെയ്യും. അതുകൊണ്ട് എത്ര തവണ വേണമെങ്കിലും നമുക്ക് ഈ കളറിംഗ് ബുക്ക് റീയൂസ് ചെയ്യാം. സാധാരണ നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ കളറിംഗ് ബുക്കും ക്രയോൺസും ഒക്കെ കൂടെ ആൾക്കാർ ഇങ്ങനെ വിൽക്കാൻ കൊണ്ട്, പക്ഷേ വൺസ് കളർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് നമുക്ക് എത്ര തവണ വേണമെങ്കിലും നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു മെസ്സൊന്നും ഉണ്ടാക്കില്ല. ഇപ്പം നമ്മൾ ബസ്സിലാണെങ്കിലും ട്രാവൽ ചെയ്യുവാണെങ്കിലും കുലുങ്ങുവാണെങ്കിലും ഒക്കെ വെള്ളം താഴെ പോവുക, പെയിൻറ്റ് താഴെ പോവുക, പെൻസിൽ താഴെ പോവുക, അങ്ങനത്തെ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഒറ്റ പെന്നാണ്, അതിനകത്താണ് നമ്മൾ വെള്ളം നിറച്ചിരിക്കുന്നത്. അപ്പോൾ ആ ടിപ്പിലൂടെയാണ് ആ വെള്ളം ഈ ബുക്കിലോട്ട് വരുന്നതും ബുക്കിലുള്ള ഓൾറെഡി കളേർഡ് ഇമേജസ് തെളിഞ്ഞു വരുന്നതും. ഇവിടെയും യു ക്യാൻ മേക്ക് ഇറ്റ് മോർ എൻഗേജിങ്. ഓരോന്നിൻ്റെ പേര് പറഞ്ഞു ഓരോ കളേഴ്സ് കാണിച്ചു കൊടുത്തും എൻഗേജ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ എത്തി. താങ്ക്സ് എവരി വൺ. ബൈ.